ഹലോ, ഇത് നമുക്കൊരു പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പുഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഒത്തിരി പേർക്ക് പുഡിംഗ് ഇഷ്ടമാണ്, ഞങ്ങൾക്കും അതെല്ലാവർക്കും പുഡിംഗ് ഇഷ്ടമാണ്. അപ്പൊ പൈനാപ്പിൾ കൊണ്ട് എങ്ങനെയാണ് നല്ല അടിപൊളി പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറിയ പൈനാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഇപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ഞാനിപ്പോൾ ഒരു സോസ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കൊടുക്കുക കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ അരച്ചപ്പോൾ നിങ്ങൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടത് 1/2 കപ്പ് പാലും പിന്നെ ഒരു പാക്കറ്റ് ആരാറൂട്ടിൻ്റെ ബിസ്ക്കറ്റുമാണ്. ബിസ്ക്കറ്റ് നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റ് പാലിലൊന്ന് മുക്കിയിട്ട് വേണം പുഡിംഗ് ട്രേയിലേക്ക് വെച്ചുകൊടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ബിസ്ക്കറ്റാണ് വെക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് നല്ല പോലെ ഈ പാലിലൊന്ന് മുക്കിയിട്ട് വെച്ചുകൊടുക്കുക. അതിപ്പോൾ കാച്ചാത്ത പാലാണ് കേട്ടോ, കാച്ചിയെടുത്ത പാലൊന്നും അല്ല, ഡയറക്റ്റ് പാക്കറ്റ് പാൽ പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചതാണ്. പിന്നെ സാധാരണ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിതുപോലെ മധുരം കുറഞ്ഞ ബിസ്ക്കറ്റാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിൽ വേറൊരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ജ്യൂസും കസ്റ്റാർഡ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നല്ല തിക്കാവുന്നത് വരെ കുറുക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ചൂടോട് കൂടി തന്നെ ആ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് പോവും. അപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കാം കേട്ടോ. പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒരു ബിസ്ക്കറ്റ് എന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നാലാണ് നമ്മുടെ പുഡിങ് നല്ല കട്ടിയിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 ബിസ്ക്കറ്റ് വീതമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൈനാപ്പിൾ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ക്യാനിലൊക്കെ വരുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടും ഇതുപോലെ തന്നെ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പല്ല, ചൂടൊന്ന് വിട്ടിട്ടുണ്ട്. ഇപ്പൊ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. 1/2 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിൽ 3ാമത്തെ ലെയർ കൊടുക്കുന്നത്. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ നമ്മൾ 3ാമത്തെ ലെയർ കൊടുക്കുന്നത് ക്രീമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും കാണിക്കുന്നില്ല. 1 കപ്പ് വിപ്പിംഗ് ക്രീം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ആൾറെഡി അതിൽ ഷുഗർ ഉള്ളതുകൊണ്ട് പഞ്ചസാര അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കണ്ട കേട്ടോ. വിപ്പിംഗ് ക്രീം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അത് നല്ല സ്റ്റിക്ക് പീക്സ് ആവുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ 3ാമത്തെ ലെയർ കൊടുക്കുന്നത്. 1/2 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയർ നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 3rd ലെയർ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം ഗാർണിഷൊക്കെ ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുഡിങ് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നാലാണ് വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് വെച്ചുകൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പിസ്ത പൊടിച്ചതും കേട്ടോ. അപ്പോൾ ഞാനിത് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓഫ് ആയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഗാർണിഷ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റാതിരുന്നത്. എന്നിട്ട് 1/2 മണിക്കൂർ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിൾ പുഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.